സുരക്ഷിതമായി കൺതുറന്നിടാ. പ്രവേശനോത്സവം 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 പ്രവേശനോത്സവം. Praveshanolsavam 2024-25 at St. Mary's HSS Irunalakuda. Dears, we are so excited to see all your smiling faces again after such a long break. We hope you had a wonderful time with your families and are ready to embark on a new and exciting journey of learning. So shall we begin? The fear of the Lord is the beginning of knowledge. Now I would like to call upon Master Mohammed Hanish to lead us into the prayer. May this prayer not just be words that we listen to, but let them resonate within each one of us, giving us peace, strength and wisdom for a new സ്നേഹത്തിൻ സംഗീതമേ സത്യത്തിൻ മോഹന സൗന്ദര്യമേ സ്നേഹത്തിൻ സംഗീതമേ സത്യത്തിൻ മോഹന സൗന്ദര്യമേ കഴലിന കൂപ്പിടുന്നേ കരളിലെ കാരുണ്യം കാട്ടിടണേ മുപ്പാരും കീഴടക്കാൻ ഞങ്ങളിലൊപ്പം വിളങ്ങേണമേ അൽപജ്ഞരാകും ഞങ്ങൾ ദേവാ നിന്നത്ഭുതമെന്തറിവോ ധർമ്മത്തിൻ കേദാരമേ ലോകത്തിൻ നന്മകൾക്കാധാരമേ നിൻ മഹിമയ്ക്കു മുൻപിൽ നമിക്കുന്നു ചിന്മയായി സാഗരമേ നമിക്കുന്നു ചിന്മയായി സാഗരമേ ചിന്മയായി സാഗരമേ. to officially welcome the gathering. For the same, I would like to invite Mrs. Rija Jose teacher, headmistress of St. Mary's Higher Secondary School, Irunalakuda. Under her visionary leadership, our organization has scaled new heights and achieved numerous accomplishments. Teacher, a warm good morning to one and all present here. 2024-25 അധ്യയന വർഷത്തിലെ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്നിരിക്കുന്ന ഏറ്റവും ആദരണീയനായ സ്കൂൾ മാനേജർ വെരി റെവറൻഡ് ഫാദർ പ്രൊഫസർ ഡോക്ടർ ലാസർ കുറ്റിക്കാടനച്ച, അധ്യക്ഷപദം അലങ്കരിക്കുന്ന വാർഡ് കൗൺസിലർ ശ്രീമതി ഫെനി എബിൻ അവറുകളെ, ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്ന PTA പ്രസിഡന്റ് ശ്രീമതി മെഡ്ലി റോയ് അവറുകളെ, കത്തീഡ്രൽ ട്രസ്റ്റി ശ്രീ ആന്റണി കണ്ടംകുളത്തി, OSA പ്രസിഡന്റ് ശ്രീ ജിയോ പോൾ, ഓൾഡ് ടീച്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീമതി ലീലാമ ടീച്ചർ, നന്ദി അർപ്പിച്ച് സംസാരിക്കുന്ന ഫസ്റ്റ് അസിസ്റ്റന്റ് ശ്രീമതി ലിറ്റി ടീച്ചർ, പ്രിയ MPTA പ്രസിഡന്റ് ശ്രീമതി സിൽവി പോൾ, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളെ, പ്രിയ സ്റ്റാഫ് അംഗങ്ങളെ, മാതാപിതാക്കളെ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, സെന്റ് മേരീസ്
സ്കൂളിൻ്റെ നാളിതുവരെയുള്ള വളർച്ചയിൽ ചെറുതും വലുതുമായ സേവനങ്ങൾ ചെയ്ത മാനേജ്മെന്റ്, PTA, അധ്യാപക, അനധ്യാപകർ, മാതാപിതാക്കൾ, വിദ്യാർത്ഥികൾ, അഭ്യുദയകാംക്ഷികൾ എന്നിവരുടെ കൂട്ടായ പരിശ്രമങ്ങൾ ഫലപ്രാപ്തിയിലെത്തിക്കാൻ നമ്മെ സഹായിച്ച സർവശക്തനായ ദൈവത്തെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ടും ആരംഭം കുറിക്കട്ടെ. കഴിഞ്ഞ അധ്യയന വർഷം 240 വിദ്യാർത്ഥികളാണ് SSLC പരീക്ഷ എഴുതിയത്. ഇതിൽ 240 പേരും വിജയിച്ച് 100% കരസ്ഥമാക്കുകയും ഇതിൽ 56 പേർക്ക് ഫുൾ A+ഉം 9 പേർക്ക് 9A+ഉം 21 പേർക്ക് 8A+ഉം ലഭിച്ചു എന്നത് വലിയ നേട്ടം തന്നെയാണ്. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ 7 പേർക്ക് USS സ്കോളർഷിപ്പും അതിൽ 4 പേർ ഗിഫ്റ്റഡ് ആയി തെരഞ്ഞെടുക്കപ്പെട്ട് സബ് ജില്ലയിൽ തന്നെ ഒന്നാമതായി മാറി. സബ് ജില്ലാ തലങ്ങളിൽ യുവജനോത്സവത്തിലും സ്പോർട്സിലും ഒരുപാട് സമ്മാനങ്ങൾ ലഭിക്കുകയുണ്ടായി. ഇത് വലിയ അഭിമാനം തന്നെയായിരുന്നു. 1410ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ സ്കൂളിന്റെ വളർച്ചയിൽ കൈകോർത്ത് പ്രവർത്തിക്കുന്ന സ്കൂൾ മാനേജ്മെന്റും PTA-യും ഓരോ വിദ്യാർത്ഥിയെയും സ്വന്തമായി കണ്ടുകൊണ്ട് പരിശീലനം നൽകുന്ന പാഠ്യപ്രവർത്തനങ്ങളോടൊപ്പം പാഠ്യേതര പ്രവർത്തനത്തിനും മൂല്യബോധത്തിനും പ്രാധാന്യം നൽകുന്ന മികച്ച അർപ്പണബോധമുള്ള അധ്യാപകരും ഈ വിദ്യാലയത്തിന്റെ പ്രത്യേകതയാണ്. ഒരു ക്ലാസ്സിൽ 20 കുട്ടികളായാലും 56 കുട്ടികളായാലും അവരുടെ പഠനവും സ്വഭാവത്തിൽ വരുന്ന വ്യത്യാസവും ജീവിത സാഹചര്യങ്ങളും എല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നു ഇവിടുത്തെ അധ്യാപകർക്ക്. വിദ്യാർത്ഥികളുടെ സ്ട്രെസ് റിലീഫിന് വേണ്ടി ഒരു ഗാർഡൻ ഒരുക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ അതിനുവേണ്ടി എന്നെ സഹായിച്ച SSLC 2023-24 ബാച്ചിലെ വിദ്യാർത്ഥികൾ, അബാക്കസ്, സോന ടീച്ചർ, OSA സ്റ്റാളുകളിട്ട് സഹായിച്ച അധ്യാപകർ എന്നിവരെയും സ്റ്റേജ് ഇത്രയും മനോഹരമാക്കി തന്ന PTA പ്രസിഡന്റ് ശ്രീമതി മെഡ്ലി റോയെയും കൂട്ടായി പ്രവർത്തിച്ച എല്ലാ PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും അതുപോലെ വിദ്യാർത്ഥികളുടെ ഓരോ ആവശ്യങ്ങളും കണ്ടറിഞ്ഞ് ഈ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത നമ്മുടെ മാനേജർ അച്ഛനെയും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഇന്നത്തെ പ്രവേശന ഉത്സവ ഉദ്ഘാടന ചെയ്യാനായി എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ സ്കൂൾ മാനേജർ വെരി റവറൻഡ് ഫാദർ പ്രൊഫസർ ഡോക്ടർ നാസർ കുറ്റിക്കാടൻ അച്ഛനാണ്. മാതാപിതാക്കളുടെ, കുട്ടികളുടെ, അധ്യാപകരുടെ എല്ലാം ആവശ്യങ്ങൾ കണ്ടറിഞ്ഞു പ്രവർത്തിക്കുന്ന നല്ലൊരു മാനേജർ അച്ഛൻ. അദ്ദേഹം തത്വശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് എടുക്കുകയും ഒരുപാട് നാളത്തെ അധ്യാപന പരിചയമുള്ള ഒരു മഹനീയ വ്യക്തിത്വത്തിന് ഉടമയാണ്. പലപ്പോഴും അദ്ദേഹത്തെ കാണാനായിട്ട് ചെന്നപ്പോൾ നമ്മുടെ സ്കൂളിന്റെ വികസനമാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത്. എപ്പോഴും നമ്മുടെ സ്കൂളിലെ പ്രവർത്തനങ്ങൾ, സ്കൂളിലെ കുട്ടികളെല്ലാം ഉയർന്നു തന്നെ നിൽക്കണം, ഒരു പടി കൂടി ഉയരണം. അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ആഗ്രഹമാണ്. അതിനുള്ള പ്രവർത്തനങ്ങൾ ഈ 3 മാസം കൊണ്ട് തന്നെ സ്കൂളിന്റെ മുഖച്ഛായ തന്നെ മാറ്റിയെടുക്കാനായിട്ട് നമ്മുടെ മാനേജർ അച്ഛന് സാധിച്ചിട്ടുണ്ട്. അതിന് പ്രത്യേകം നന്ദി പറയുകയാണ്. ഇന്ന് പ്രവേശനോത്സവ ഉദ്ഘാടന ചടങ്ങുകളോടൊപ്പം തന്നെ സ്റ്റേജിന്റെ ഉദ്ഘാടനവും നടക്കുന്നുണ്ട്. ഏറ്റവും സ്നേഹത്തോടെ, ഏറ്റവും ആദരവോടെ അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷപദം അലങ്കരിക്കുന്ന ശ്രീമതി ഫെനി എബിൻ നമ്മുടെ സ്കൂളിനെയും സ്കൂളിൻ്റെ നേട്ടങ്ങളെയും സ്വന്തം എന്ന് കരുതുന്ന നമ്മുടെ നല്ലൊരു വാർഡ് കൗൺസിലറാണ്. ശ്രീമതി ഫെനി എബിനെ ഏറ്റവും സ്നേഹത്തോടെ, ആദരവോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്ന ശ്രീമതി മെഡ്ലി റോയ് സ്കൂളിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും സജീവ സാന്നിധ്യമാണ്. ഈ കഴിഞ്ഞ അധ്യയന വർഷത്തിൽ 3 കാര്യങ്ങളാണ് PTA പ്രസിഡന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഒന്ന് ആക്ടിവിറ്റി റൂം, മറ്റൊന്ന് സ്റ്റേജ്, മറ്റൊരു കാര്യം
സ്കൂൾ ഗാർഡൻ, അതിൽ സ്റ്റേജും ആക്ടിവിറ്റി റൂമുകളും കുട്ടികൾക്ക് പ്രത്യേകിച്ചും 5, 6 ക്ലാസ്സിലെ 7 ക്ലാസ്സിലെ കുട്ടികളെ ഉദ്ദേശിച്ചാണ് ആക്ടിവിറ്റി റൂം സജ്ജമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ അക്കാദമിക് ഇയറിൻ്റെ അവസാന സമയത്താണ് ആക്ടിവിറ്റി റൂം സജ്ജീകരിച്ചിരിക്കുന്നത്. കുട്ടികൾക്ക് ആക്ടിവിറ്റി ഓറിയന്റഡ് ആയി പഠനം രസകരമാക്കാനാണ് അത്തരമൊരു സജ്ജീകരണം ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ സ്റ്റേജും അതുപോലെ തന്നെ ആക്ടിവിറ്റി റൂമും PTA പ്രസിഡന്റിൻ്റെയും അതുപോലെ മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെയും നേതൃത്വത്തിൽ ഇവ രണ്ടും സാധിച്ചെടുത്തു. അതുപോലെ അഭ്യുദയകാംക്ഷികളുടെ സഹായം കൊണ്ട് ഗാർഡനും നമുക്ക് ഒരുക്കാനായിട്ട് സാധിച്ചു. അതിന് ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. നമ്മുടെ സ്കൂളിൻ്റെ വികസന കാര്യങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ കണ്ടുകൊണ്ട് നമ്മുടെ സ്കൂളിൻ്റെ ഉന്നമനം മാത്രം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ശ്രീമതി മെഡ്ലി റോയെ ഏറ്റവും സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്കൂളിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കുന്ന കാര്യത്തിൽ വലിയ പങ്കാണ് സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റിക്കുള്ളത്. നമ്മുടെ സ്കൂളിൻ്റെ ട്രസ്റ്റി ശ്രീ ആന്റണി കണ്ടംകുളത്തിയെ ഏറ്റവും സ്നേഹത്തോടെ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിന് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും ഈ വിദ്യാലയത്തിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നു. ഹയർ സെക്കൻഡറി NSS നമ്മുടെ സ്കൂളിലെ ഒരു വിദ്യാർത്ഥിക്ക് വീട് പണിത് നൽകുന്നു. അതിൻ്റെ 2ാം ഗഡുവായിട്ടുള്ള 50,000 രൂപ ഏറ്റുവാങ്ങുന്നതിനും ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനും ഈ പരിപാടിയിലേക്ക് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ ശ്രീ ആൻസൺ ഡൊമിനിക് സാറിനെ ഏറ്റവും സ്നേഹത്തോടെയും ആദരവോടെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്കൂൾ ഗാർഡൻ വിപുലമാക്കിയപ്പോൾ അതിൻ്റെ പൂർണ്ണമായ പണി ചെയ്യാൻ പണം തികയാതെ വന്നപ്പോൾ പല ടീച്ചേഴ്സും എന്നോട് ആവശ്യപ്പെട്ടു, ടീച്ചറെ പകുതി മാത്രമായിട്ട് ചെയ്യല്ലേ, സ്കൂളിന് ഒരു ഭംഗിയാണ്, കുട്ടികൾക്ക് സന്തോഷമാണ്, എല്ലാവർക്കും കൺകുളിരുന്ന ഒരു കാഴ്ചയാണ്, ടീച്ചർ അടുത്ത ഭാഗം കൂടി അത് ഫില്ല് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് ഞാൻ OSA പ്രസിഡന്റ് ശ്രീ ജിയോ പോളിനെ നോട് സംസാരിച്ചത്. അങ്ങനെ അദ്ദേഹം മറ്റുള്ളവരുമായി ആലോചിച്ച് നമുക്ക് 15,000 രൂപ ഈ ഗാർഡന് വേണ്ടി സ്പോൺസർ ചെയ്തു. നമ്മുടെ സെൻറ് മേരീസ് സ്കൂളിൻ്റെ അകമഴിഞ്ഞ നന്ദി അദ്ദേഹത്തോട് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ OSAയിലെ മറ്റു അംഗങ്ങൾക്കും നേർന്നുകൊണ്ട് ഏറ്റവും സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് കാണുന്ന നമ്മുടെ സ്കൂൾ പല അധ്യാപകരുടെയും മാനേജ്മെൻറ്റിൻ്റെയും ഒക്കെ കൂട്ടായ പരിശ്രമമാണ്. ഈ സ്കൂളിൻ്റെ വളർച്ചയിൽ ഇവിടെ കടന്നുപോയ അധ്യാപകരുടെ പങ്ക് എടുത്തു പറയാതിരിക്കാൻ നമുക്ക് കഴിയുകയില്ല. നമ്മുടെ ഓൾഡ് ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ശ്രീമതി ലീലാമ്മ ടീച്ചറെ ഏറ്റവും ആദരവോടെ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിന് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലും നമ്മോട് ചേർന്ന് പ്രവർത്തിക്കുന്ന നമ്മുടെ MPTA പ്രസിഡന്റ് ശ്രീമതി സിൽവി പോളിനെയും മറ്റ് PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും മെഡ്ലി റോയോട് ഒപ്പം നിന്ന് സ്റ്റേജ് ഇത്രയും മനോഹരമാക്കി തന്നതിനും ഈ അവസരത്തിൽ അവരെ ഒരുമിച്ച് എല്ലാവരെയും സെൻറ് മേരീസ് സ്കൂളിൻ്റെ പേരിൽ എല്ലാവരെയും സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം. Mrs. Fanny Ebin, our ward councillor, presides over today's function. With great honor and privilege, I invite Mrs. Fanny Ebin to deliver the presidential address and share the insights with us on this auspicious occasion. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളിൽ ഉള്ള കർത്തവ്യം എന്ന് പറയുന്നത് ഏറ്റവും നന്നായി നിങ്ങൾ പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു സമയത്ത് നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വം അത് തന്നെയാണ്. നിങ്ങൾ ഒരുപാട് പ്രതീക്ഷകൾ അർപ്പിച്ചുകൊണ്ടാണ് നിങ്ങളുടെ ബാക്കിലുള്ള ഓരോ രക്ഷിതാക്കളും ഫസ്റ്റ് ഡേ നിങ്ങളെ ഈ ഒരു വിദ്യാലയത്തിലേക്ക് കൊണ്ടുവിട്ടിട്ടുള്ളത്. നിങ്ങളെല്ലാവരും നല്ല മക്കളായി നല്ല രീതിയിൽ പഠിക്കണം. അതിനേക്കാളൊക്കെ ഉപരി നമ്മുടെ സഹജീവികളോടും ഈ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും നിങ്ങൾ ഒബ്സർവ് ചെയ്യാൻ കൂടി അതിനോടൊപ്പം നിങ്ങൾ നോക്കണം. നിങ്ങളുടെ കൂടെയുള്ള കൂട്ടുകാരെ കൈപിടിച്ചുയർത്താനും അവരുടെ വിഷമങ്ങൾ കണ്ടറിയാനും കേൾക്കാനും ഒക്കെയുള്ള ഒരു നല്ല മനസ്സും കൂടി ഈ വിദ്യാഭ്യാസം കൊണ്ട് നിങ്ങൾ നേടിയെടുക്കണം.
ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ ശാസ്ത്രം അല്ലെങ്കിൽ ശാസ്ത്രത്തിൻ്റെ പുരോഗതി എന്ന് പറയും, നമ്മൾ പറയും അമ്മമാർ കിച്ചണിൽ ചെയ്യുന്ന പ്രവൃത്തി പോലും ശാസ്ത്രത്തിൻ്റെ പുരോഗതിക്ക് ഉതകും. അതിലും ഒബ്സർവ് ചെയ്യാൻ നിങ്ങൾ പഠിക്കണം. ഒന്നിനെയും ചെറുതായി കാണാൻ നിങ്ങൾ ശ്രമിക്കരുത്. എല്ലാവരിലും ദൈവം നിങ്ങളിൽ എല്ലാവരിലും ഓരോ കഴിവ് തന്നുകൊണ്ടാണ് നിങ്ങളെ ഭൂമിയിലേക്ക് വിട്ടിട്ടുള്ളത്. എന്നിലുള്ള കഴിവ് എന്താണ്, എനിക്ക് എന്താണ് ഈ സമൂഹത്തിന് ചെയ്യാൻ സാധിക്കുക, കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുക എന്ന് എൻ്റെ മുന്നിലിരിക്കുന്ന കുഞ്ഞുമക്കൾ, നിങ്ങളുടെ കയ്യിലാണ് ഭാവി ഇരിക്കുന്നത്. അപ്പോൾ ഒരുപാട് നല്ല ചിന്തകൾ നിങ്ങൾക്ക് ഈ വിദ്യാഭ്യാസം കൊണ്ട് നേടാൻ സാധിക്കട്ടെ. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ വിദ്യാലയം നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് കാഴ്ചവെക്കാൻ സാധിച്ചു. 100% വിജയം, അതിനേക്കാളൊക്കെ ഉപരി നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ അതിൻ്റെ പിന്നിൽ ഇവിടുത്തെ അധ്യാപകരുടെ ഒരുപാട് പ്രയത്നങ്ങളുണ്ട്. അധ്യാപകരും രക്ഷിതാക്കളും എൻ്റെ മുന്നിലിരിക്കുന്ന കുഞ്ഞുങ്ങളും നിങ്ങളെല്ലാവരുടെയും ഒരു ഹാർഡ് വർക്കിൻ്റെ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഒരു വിജയം തന്നെയാണ് നമ്മുടെ ഇത്രയും നല്ല ഒരു റിസൾട്ട് നമുക്ക് സാധ്യമാവുക എന്നുള്ളത്. ആ ഒരു റിസൾട്ട് സാധ്യമായി ഇവിടെയുള്ള അധ്യാപകരെ ഞാൻ ആദ്യം തന്നെ അഭിനന്ദിക്കാൻ ഈ ഒരു അവസരം ഉപയോഗിക്കുകയാണ്. അധ്യാപകർക്ക് വലിയൊരു കയ്യടി കൊടുക്കണം. നിങ്ങൾ ഇത്രയും നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് അത്രയും ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടാണ് അതിനായിട്ട് തന്നത്. ഇനി നിങ്ങൾ കയ്യടി കൊടുക്കണം നിങ്ങളുടെ പാരൻസിനാണ്. നിങ്ങളുടെ കഷ്ടപ്പെട്ട് ഇത്രയും ബുദ്ധിമുട്ട് ഈ ഒരു വിദ്യാലയത്തിലേക്ക് വിട്ട് നിങ്ങൾ പഠിക്കാൻ വേണ്ടി എന്തൊക്കെ സഹായങ്ങൾ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരണോ അതിനൊക്കെ നിങ്ങളുടെ രക്ഷിതാക്കൾ തയ്യാറാണ്. ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് ഒരു സന്തോഷം കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അതുപോലെ നിങ്ങളുടെ ഹാർഡ് വർക്കും ഏതൊരു കാര്യത്തിനും കഠിനാധ്വാനമാണ് നമ്മൾക്ക് വിജയത്തിലെത്തിക്കാൻ സാധിക്കുക. ഒരു ഉറച്ച ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. പുതിയൊരു അധ്യയന വർഷം ഏറ്റവും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടിയാണ് നിങ്ങൾ കടന്നു വന്നിട്ടുള്ളത്. നിങ്ങളുടെ സമൂഹത്തിനും അതുപോലെ മാതാപിതാക്കൾക്കും ഒക്കെ ഉള്ള നിങ്ങളുടെ ആഗ്രഹത്തിനുള്ള പ്രതീക്ഷകൾക്കൊത്ത് ഉയരാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ദൈവം നിങ്ങൾ അതിനെ സമ്മതിക്കും. നമ്മളൊരു പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണ്. അത് തമാശയല്ല, ഗൗരവമുള്ളതാണ്. അതിൻ്റെ ഗൗരവമാണ് നിങ്ങളുടെ പുറകിലിരിക്കുന്ന ചുറ്റിലുമിരിക്കുന്ന നിങ്ങളുടെ മാതാപിതാക്കളുടെ സാന്നിധ്യം. അവർക്ക് വീട്ടിൽ പണിയില്ലാഞ്ഞിട്ടൊന്നുമല്ല. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങളോടുള്ള ആദരവും ബഹുമാനവും സ്നേഹവുമാണ്. നിങ്ങൾ തുടങ്ങുന്ന ഈ തുടക്കം, ഒരു അധ്യയന വർഷത്തിന്റെ തുടക്കം, അത് ഏറ്റവും മനോഹരമാകണം, ദൈവാനുഗ്രഹപ്രദമാകണം. മാതാപിതാക്കളുടെ അനുഗ്രഹവും സാന്നിധ്യവും നിങ്ങളുടെ കൂടെയുണ്ടെന്ന് നിങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് മാതാപിതാക്കൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇവർക്കെല്ലാവർക്കും ജോലി ഉണ്ടാവും, ഔദ്യോഗികമായിട്ടുള്ള ജോലികൾ കാണും. അതുകൂടാതെ കുടുംബത്തിലും വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ധാരാളം ജോലിയുള്ള മനുഷ്യരാണ് നമ്മുടെ മാതാപിതാക്കൾ. നമുക്ക് 3 നേരം 4 നേരം കഞ്ഞിയും ചോറും തരണ്ടേ? പണിയെടുത്താലല്ലേ കിട്ടുള്ളൂ. അപ്പോൾ പഠിക്കാൻ വേണ്ടി നമ്മൾ വന്നിരിക്കുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങള് അത് ശ്രദ്ധാപൂർവം ഗൗരവത്തോടു കൂടി കാണണം. വേനൽക്കാലം കഴിഞ്ഞു. കളി, ചിരി, തമാശകള്, വിരുന്നുകൾ പോക്ക്, പിക്നിക്കുകൾ പോക്ക്, ഉല്ലാസയാത്രകള്, അതെല്ലാം നമ്മൾ അവസാനിപ്പിച്ച് പൂട്ടി. ഇനിയുള്ള കാലം 2024-25 അധ്യയന വർഷം സെന്റ് മേരീസ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികള് വളരെ അച്ചടക്കമുള്ള, ഗുരുനാഥന്മാരെ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, അനുസരിക്കുന്ന മാതാപിതാക്കൾ പറഞ്ഞാൽ അതിന് തിരിച്ചൊന്നും പറയാതെ പൂർണ്ണ മനസ്സോടുകൂടി ഞങ്ങൾ റെഡി എന്ന് അച്ഛനോടും അമ്മയോടും അപ്പനോടും ഡാഡിയോടും മമ്മിയോടും പറയുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും കഴിയുന്നവരാണ് സെന്റ് മേരീസ് സ്കൂളിലെ കുട്ടികൾ. ഈ ദിവസങ്ങളിൽ അച്ഛൻ്റെ അടുത്ത് സെന്റ് മേരീസ് സ്കൂളിൽ ഒരു സീറ്റ് തരണം അച്ഛ എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ ക്യൂ നിൽക്കുകയാണ്. അവർക്കെല്ലാവർക്കും നമുക്ക് സീറ്റ് കൊടുക്കാനില്ല. ഗവൺമെന്റിന്റെ നിയമമനുസരിച്ച് പരിമിതമായിട്ടുള്ള സീറ്റുകളെ നമ്മുടെ കയ്യിലുള്ളൂ. അത് വേണം പങ്കുവെച്ചു കൊടുക്കാൻ. എന്തിനാ എത്രമാത്രം ആളുകൾ എവിടേക്ക് ഓടിക്കൂടുന്നത്? എന്തിനാ നിങ്ങളെല്ലാവരും ഇവിടെ മാത്രം തെരഞ്ഞെടുത്തത്? വേറെ സ്കൂളുകളില്ലേ നമുക്ക്? ഇല്ലേ?
എങ്കിൽ ഇവിടെ നിങ്ങൾ തെരഞ്ഞെടുത്തുവെങ്കിൽ ഇവിടെ എന്തെങ്കിലും നന്മയുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ നന്മയിലാണ് എന്റെ കുഞ്ഞുങ്ങള് പങ്കുചേരേണ്ടത്, പങ്കുപറ്റേണ്ടത്. അതിൽ നിന്ന് നിങ്ങൾ ഉൾക്കൊള്ളണം. പാഠപുസ്തകങ്ങൾ മനഃപ്പാഠം പഠിക്കുന്നത് മാത്രമല്ല കുട്ടികളുടെ ഉത്തരവാദിത്വം. കുട്ടികളുടെ ഉത്തരവാദിത്വം ഏത് എന്ന് ചോദിച്ചാൽ ഒന്നാമതായിട്ടുള്ള ഉത്തരവാദിത്വം പഠനം. അതാണ് ഡ്യൂട്ടി. രണ്ടാമതായിട്ടുള്ള ഉത്തരവാദിത്വം എന്തെന്ന് ചോദിച്ചാൽ പ്രയർ, പ്രാർത്ഥന, ധ്യാനം. ദൈവത്തെ നമ്മുടെ ദൈവവും സൃഷ്ടാവുമായി പിതാവായി സ്വീകരിച്ച് ദൈവത്തിൽ നിന്ന് കൃപ ചോദിച്ചു വാങ്ങിക്കാൻ മറക്കാതിരിക്കുക. അത് രണ്ടാമത്തെ ഡ്യൂട്ടി. ഒരു സ്റ്റുഡന്റിന്റെ മൂന്നാമത്തെ ഡ്യൂട്ടി ഏതെന്ന് ചോദിച്ചാൽ ലിസൺ ആൻഡ് ഒബേ. ശ്രദ്ധിക്കുക, ശ്രദ്ധിക്കുക. ശ്രദ്ധിക്കണമെങ്കിൽ നിശബ്ദരായിരിക്കണം. അനുസരിക്കണമെങ്കിൽ ഉള്ളിൽ അഗ്നിയുണ്ടാകണം, ഉള്ളിൽ സ്നേഹമുണ്ടാകണം. പ്രകൃതിയോടും മാതാപിതാക്കളോടും ഗുരുക്കന്മാരോടും സ്നേഹിതന്മാരോടും ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിലാണ് അനുസരിക്കുക. അനുസരിക്കാൻ പഠിക്കണം, ശ്രദ്ധിക്കാൻ പഠിക്കണം, പ്രാർത്ഥിക്കാൻ പഠിക്കണം, പഠിക്കാൻ പഠിക്കണം. അങ്ങനെ പഠിക്കുമ്പോഴാണ് നിങ്ങളുടെ ചേട്ടന്മാര് ഇവിടെ പഠിച്ച്, ചേച്ചിമാർ ഇവിടെ പഠിച്ച് ഉന്നത വിജയം നേടി പുറത്തിറങ്ങിയതിന്റെ പരിണിത ഫലമാണ് സെന്റ് മേരീസ് സ്കൂളിലേക്ക് നിങ്ങളെ പോലുള്ള കുട്ടികൾ ഇവിടെ ചേരാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ നിങ്ങൾ പഠിച്ച് പുറത്തിറങ്ങുമ്പോൾ ഫുൾ പാസ് വാങ്ങാതെ, ഫുൾ A+ വാങ്ങാതെ, എല്ലാവരും കുറുമ്പന്മാരായി കുറുമ്പികളായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി തിരിച്ചാൽ പിന്നെ ഈ സ്കൂളിലേക്ക് കുട്ടികൾ ആരെങ്കിലും പഠിക്കാൻ വരുമോ? ഇല്ല. ഇവിടെ മാതാപിതാക്കൾ കൊണ്ടുവരില്ല. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മാതാപിതാക്കള് അവരുടെ അധ്വാനത്തിന്റെ 70%, 80% ധനം നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ്. പഠിപ്പിക്കാൻ വേണ്ടി, ഡ്രസ് വാങ്ങാൻ വേണ്ടി, പുസ്തകം വാങ്ങാൻ വേണ്ടി, ട്യൂഷൻ ഫീ കൊടുക്കാൻ വേണ്ടി. നിങ്ങൾ ഓരോ ദിവസം മാതാപിതാക്കളുടെ അടുത്ത് ചെന്ന് ചോദിക്കുമ്പോൾ ഇത് എടുത്തു തരണ്ടേ, എവിടെ നിന്ന് കിട്ടുക, കാശ് എവിടെ നിന്ന് കിട്ടുക? ഏതൊരു കൊച്ചു പറഞ്ഞ പോലെ പപ്പെന്തിനെ പേടിക്കണേ, ആ ATM പോയി കുത്തിയാ പോലെ കാശ് കിട്ടില്ലേ എന്ന് ചോദിച്ചു ഒരു കൊച്ച് അപ്പനോട്. അപ്പൻ്റെ കാശില്ല മോനെ എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞതാ, പപ്പ എന്തിനാ പേടിക്കണേ, ATM, ആ ATM പോയിട്ട് ഇങ്ങനെ കുത്തിയാൽ മതി, കാശ് വരുമെന്ന്. കാശ് വരുമോ? വരുമല്ലേ? അതെന്നെ നിന്നെ പോലെ തന്നെ പറഞ്ഞത്. ATM പോയ കുത്തിയ കാശ് വരുമെന്ന്. ATM പോയ കുത്തിയ കാശൊന്നും വരില്ല. നമ്മൾ ബാങ്കിൽ കാശ് നിക്ഷേപിക്കണം. ആദ്യം ബാങ്കിൽ കാശ് നിക്ഷേപിക്കണമെങ്കിൽ കാശ് എവിടെ നിന്നുണ്ടാകുന്നത്? പണിയെടുക്കണം. പണിയെടുത്താലാ കാശ് കിട്ടുക. മാതാപിതാക്കൾ പണിയെടുക്കുന്നത് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മുടെ ഡ്യൂട്ടി പഠിക്കുക എന്നുള്ളതാണ്. ആ ഡ്യൂട്ടി ഫസ്റ്റ്, then charity. ഡ്യൂട്ടി ഫസ്റ്റ്, then charity. ആദ്യം ജോലി, ഉത്തരവാദിത്വം പൂർണ്ണമാക്കുക. അത് കഴിഞ്ഞിട്ട് വേണം പരോപകാര പ്രവർത്തനങ്ങൾക്ക്, വർത്തമാനം പറയുന്നതിന് വേണ്ടി, ചാടിക്കളിക്കുന്നതിന് വേണ്ടി, മറ്റുള്ളവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കാൻ. ജോലി പൂർത്തിയായതിനു ശേഷം, ഉത്തരവാദിത്വം പൂർത്തിയായതിനു ശേഷം. അപ്പൊ എൻ്റെ കുഞ്ഞുങ്ങളെ, നമ്മളൊരു അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ പ്രാരംഭത്തിൽ തന്നെ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് പറയുന്നത്, മാതാപിതാക്കളോട് പറയുന്നത്, അധ്യാപകരോട് പറയുന്നത്, ഒടുക്കം കണ്ട് നമുക്ക് തുടക്കം കുറിക്കാം. ഒടുക്കം കണ്ട് നമുക്ക്
നമുക്ക് തുടക്കം കുറിക്കാം. എന്ന് പറഞ്ഞേ, ഒടുക്കം കണ്ട് നമുക്ക് അവർക്ക് പറയും, എല്ലാവരും റിപ്പീറ്റ്. ഒടുക്കം കണ്ട് നമുക്ക് തുടക്കം കുറിക്കാം. എന്താണ് ഒടുക്കം? ഏറ്റവും അവസാനത്തെ പോയിന്റ് എന്താ? ഈ സ്കൂളിൽ നിന്ന് നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നു. ഇപ്പൊ ചേച്ചിമാരും ചേട്ടന്മാരും 10ാം ക്ലാസ് പാസ്സായി ഇവിടെ നിന്ന് ഇറങ്ങിത്തിരിച്ചു. 10ാം ക്ലാസ്സിലെ റിസൾട്ട്, 10ാം ക്ലാസ്സിലെ റിസൾട്ട്, പരീക്ഷാഫലം, അത് ഫുൾ എ പ്ലസ്. എനിക്കും വേണം ഫുൾ എ പ്ലസ്, എനിക്കും വേണം ഫുൾ എ പ്ലസ്. അവൾക്ക് മാത്രമല്ല, അവന് മാത്രമല്ല, എനിക്കും വേണം. അത് ഇപ്പം മനസ്സിൽ കണ്ട് അതിനനുസൃതമായിട്ട് നമ്മൾ പണിയെടുത്താൽ മാത്രമാണ് നമ്മൾ ലക്ഷ്യത്തിൽ എത്തിച്ചേരുള്ളൂ. അല്ലെങ്കിൽ അതിന് നിങ്ങളെ സഹായിക്കുന്നതാണ് അധ്യാപകര്. അപ്പൊ അതുകൊണ്ട് ഒടുക്കം കണ്ട് തുടക്കം കുറിക്കാൻ വന്നിരിക്കുന്ന കുഞ്ഞുങ്ങളായിട്ടുള്ള നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള 100% സഹകരണം, ആ സഹകരണമാണ് ഞാൻ പറഞ്ഞത്. പഠിക്കണം, പ്രാർത്ഥിക്കണം, അനുസരിക്കണം, ശ്രദ്ധിക്കണം, ശ്രവണം, പ്രകൃതിയെ ശ്രദ്ധിക്കണം, മാതാപിതാക്കളെ ശ്രദ്ധിക്കണം. സെയിന്റ് മേരീസ് ഹൈസ്കൂൾ ഇരിഞ്ഞാലക്കുട, അതാണ് മോന്റെ ഈ പ്രത്യേകത. ഈ പക്വത, ഈ വിവേകം, ഈ ജ്ഞാനം, അത് ഈ സ്കൂളിൽ പഠിച്ചത് കൊണ്ടാണ് ലഭിച്ചതെന്ന് മറ്റുള്ളവർ പറയത്തക്ക വിധം എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കണം. അതാണ് അച്ഛൻ ഓർമ്മിപ്പിക്കുന്നത്. അങ്ങേയറ്റത്തിരിക്കുന്ന ചേട്ടന്മാര് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലെ? മാതാപിതാക്കളെ, നമ്മൾ കുറെ പണം ചെലവ് ചെയ്ത്, കുറെ സമയം ചെലവ് ചെയ്ത് കുഞ്ഞുങ്ങളെ സ്കൂളിൽ കൊണ്ടുവന്നാക്കി തിരിച്ച് വീട്ടിൽ പോയാൽ ഞങ്ങളുടെ ജോലി കഴിഞ്ഞുവെന്ന് നിങ്ങൾ ധരിച്ചേക്കരുത്. ഇന്നത്തെ കാലഘട്ടത്തിൽ, ഞാനൊക്കെ പഠിച്ച കാലഘട്ടത്തിൽ ഒരു പക്ഷേ ഇതൊന്നുമില്ല. എൻ്റെ അപ്പൻ ഞാൻ പഠിച്ച സ്കൂളിൽ വന്നതായിട്ട് എൻ്റെ ഓർമ്മയിലേ ഇല്ല. അന്ന് അപ്പന്മാർ വരണ്ട, അമ്മയും വരണ്ട, ചേട്ടന്മാരും വരണ്ട. വല്ലപ്പോഴും എങ്ങാനും വല്ല കുറുമ്പപ്പിച്ചാൽ അമ്മയെ വിളിച്ചു കൊണ്ടുപോവാ, അപ്പനെ വിളിച്ചു കൊണ്ടുപോവാ, ചേട്ടനെ വിളിച്ചു കൊണ്ടുപോവാ എന്നൊക്കെ പറയും. ഞാൻ അങ്ങനെ ഒരു അവസരം കൊടുത്തിട്ടുമില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു അവസരത്തിലെങ്കിലും അപ്പന് സ്കൂളിൽ വരാനായിട്ട് ഞാൻ അവസരം ഉണ്ടാക്കി കൊടുക്കില്ല. നിങ്ങളും ശ്രദ്ധിക്കണം. മാതാപിതാക്കള് കുഞ്ഞുങ്ങളുടെ കൂടെ ഉണ്ടാകണം. കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ അടുത്ത് 1 മണിക്കൂർ നേരമെങ്കിലും നിങ്ങൾ ചെലവിടാൻ അച്ഛനും അമ്മയും ഡാഡിയും മമ്മിയും പപ്പയും ആരാണോ അവർ തയ്യാറാകണം. നമ്മളൊക്കെ പഠിച്ച പോലത്തെ കാലമല്ല, കാലം മാറി. കുട്ടികളോട് ചോദിക്കുക, ഇന്നെന്താണ് സ്കൂളിൽ പഠിച്ചത്, ഇന്നെന്താണ് സ്കൂളിൽ സംഭവിച്ചത്, നീ സ്കൂളിൽ പോയപ്പോൾ എവിടെയൊക്കെ പോയി, ആരെങ്കിലും കണ്ടോ വഴിയിൽ വെച്ച്, തിരിച്ചു പോരുമ്പോൾ നിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് എന്തെങ്കിലും ഓഫർ തന്നിട്ടുണ്ടോ, നിന്റെ ബാഗ് ഒന്ന് എടുത്തുകൊണ്ട് വന്ന് അച്ഛൻ നോക്കട്ടെ, അമ്മ നോക്കട്ടെ, ബാഗിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വല്ലതും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ എന്നൊക്കെ. മാതാപിതാക്കളെ നിങ്ങൾ സ്നേഹപൂർവം നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് ചോദിക്കുകയും അവരോട് കുറച്ചു നേരം സല്ലപിക്കുകയും ചിരിക്കുകയും കളിക്കുകയും ചെയ്യാൻ സമയം കണ്ടെത്തണം. കുട്ടികൾ നിങ്ങളുടെ മുമ്പിൽ പൂർണ്ണമായും അവരുടെ ഹൃദയം തുറക്കാൻ നിങ്ങൾ അനുവദിക്കണം. ഒന്നും മറച്ചു വെക്കരുത്, അടച്ചു വെക്കരുത്. മാതാപിതാക്കളുടെ അടുത്ത് എല്ലാം തുറന്നു പറയാൻ. ഒന്നുകിൽ അമ്മ, അല്ലെങ്കിൽ അപ്പനും അമ്മയും ഒരുമിച്ചുണ്ടെങ്കിൽ നല്ല കാര്യം. അങ്ങനെ കുഞ്ഞുങ്ങളെ ഓരോ ദിവസം ശ്രദ്ധിച്ച് അവിടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവർ തെറ്റായ വഴികളിലൂടെ പോകുന്നുണ്ടെന്ന് ഏതെങ്കിലും തരത്തിലുള്ള ലാഞ്ചന കിട്ടുകയാണെങ്കിൽ, ഏതെങ്കിലും അടയാളം കിട്ടുകയാണെങ്കിൽ അപ്പോൾ തന്നെ ആരംഭത്തിൽ തന്നെ അത് തിരുത്തി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഓരോ ദിവസത്തെയും അസൈൻമെന്റ് കുട്ടികൾ വീട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് അത് പൂർത്തിയാക്കുന്നുണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. മാതാപിതാക്കൾ
അധ്യാപകർ, തീർച്ചയായിട്ടും അധ്യാപകരോട് എനിക്ക് പറയാനായിട്ടുള്ളത്, നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഈ ദൗത്യം ദൈവമാണ് നിങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നത്. ദൈവത്തിൻ്റെ ജോലി നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് നിങ്ങളെ ദൈവത്തിന് ഇഷ്ടമായത് കൊണ്ടാണ്. അതുകൊണ്ട് ദൈവം ഇഷ്ടപ്പെട്ട് നിങ്ങളെ ഏൽപ്പിച്ച ഈ ജോലിയിൽ ഒരു വീഴ്ചയും സംഭവിക്കാൻ പാടില്ല. യഥാർത്ഥ ജ്ഞാനം, സത്യജ്ഞാനം കുഞ്ഞുങ്ങൾക്ക് കൃത്യമായിട്ട് പകർന്നു കൊടുക്കുന്നതിൽ വീഴ്ചയൊന്നും ഉണ്ടാകാൻ പാടില്ല. അതിനാവശ്യമായിട്ടുള്ള ഒരുക്കങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിൽ വെച്ച് തന്നെ നടത്തണം. വിഷയത്തിൽ ആഴമുള്ള ജ്ഞാനം അധ്യാപകർക്കുണ്ടാകണം. ആ ആഴമുള്ള ജ്ഞാനം കുട്ടികൾക്ക് പൂർണ്ണമായിട്ടും കിട്ടിയെന്ന് ഉറപ്പുവരുത്തണം അധ്യാപകർ. പഠിപ്പിച്ചു പോയത് കൊണ്ട് കാര്യം മാത്രമില്ല, പക്ഷേ അത് അവർക്ക് ലഭിച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് ക്ലാസ് അവസാനിക്കുന്നതിന് മുമ്പ് ഒന്ന് റിവൈസ് ചെയ്ത് കുട്ടികളെ ഒന്ന് റിമൈൻഡ് ചെയ്യിപ്പിച്ച് അവരുടെ ഹാർഡ് ഡിസ്കിലേക്ക് അതൊന്ന് സേവ് ചെയ്യാനായിട്ട് കുട്ടികളെ പഠിപ്പിക്കണം, ഓർമ്മിപ്പിക്കണം. ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. കുഞ്ഞുങ്ങളെ നല്ല മിടുക്കുകളും മിടുക്കന്മാരുമായിട്ടിരുന്നല്ലോ. നല്ല മിടുക്കുകളും മിടുക്കന്മാരായിട്ടിരുന്നല്ലോ. അച്ഛന് സന്തോഷമായി. കൺഗ്രാജുലേഷൻ. ഇങ്ങനെയായിരിക്കണം എപ്പോഴും കേട്ടോ. അധ്യാപകർ പറയുന്നതൊക്കെ അനുസരിച്ച് ശ്രദ്ധിച്ച് കേട്ട് പഠിച്ച് വലിയവരാകണം. നമുക്ക് വലിയവർ, സമൂഹത്തിന് ഉപകാരമുള്ളവർ, രാഷ്ട്രത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി പടപൊരുതാൻ നമ്മൾ തയ്യാറാകണം. അതോടൊപ്പം മാതാപിതാക്കളെ സംരക്ഷിക്കാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. കുഞ്ഞുങ്ങൾക്ക് അവരെ വേദനിപ്പിക്കരുത്. അധ്യാപകരുടെ വലിയ ആദരവും ബഹുമാനവും നന്ദിയും എല്ലായ്പ്പോഴും കാണിക്കണം. അധ്യാപകരെ കുറ്റം പറയരുത്, അധ്യാപകരെ വഴക്ക് പറയരുത്, അധ്യാപകരെ കളിയാക്കരുത്. അത് ഗുരുനിന്ദയാണ്. ഗുരുനിന്ദയ്ക്ക് ശിക്ഷ അതിഭയാനകമാണ്. അതുകൊണ്ട് അപ്രകാരം നമ്മുടെ കുഞ്ഞുങ്ങളിൽ നിന്ന് ഉണ്ടാകാതിരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. ഞാൻ എല്ലാ ദൈവാനുഗ്രഹവും നല്ല ഒരു അധ്യയന വർഷം 2024-25 വിജയപ്രദമായ, ദൈവാനുഗ്രഹപ്രദമായ, ജ്ഞാനപ്രദമായ ഒരു വർഷം ആശംസിച്ചുകൊണ്ട് ഞാൻ നമ്മുടെ ഈ അക്കാഡമിക് ഇയർ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട്. അതുപോലെ വേറൊരു സന്തോഷം എനിക്കുള്ളത്, രക്ഷിതാക്കൾ എല്ലാവരും വന്നിട്ടുണ്ട്. അതിലൊപ്പം എപ്പോഴും അമ്മമാരെ കാണാറ്, കൂടുതലും ഇവിടെ അപ്പന്മാരെ കണ്ടതിൽ ഭയങ്കരമായൊരു സന്തോഷമുണ്ട്. നിങ്ങളുടെ മക്കളെ ഒരുമിച്ച് കൊണ്ടുവന്ന് സ്കൂളിൽ വിട്ട് അവരുടെ കാര്യങ്ങൾ നന്നായി ചെയ്തു കൊടുക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആദ്യം തന്നെ ഒരു അഭിനന്ദനം. അതോടൊപ്പം തന്നെ പേഴ്സണൽ പ്രയർ, അത് നമ്മുടെ ജീവിതത്തിൽ കുഞ്ഞുമക്കളെ നിങ്ങൾ കൈവിടാണ്ട് പിടിക്കേണ്ടതാണ്. പഠനം മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയും മുഖ്യ സ്ഥാനത്തുണ്ടാവണം. അതുപോലെ നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ എങ്ങനെ കാണുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ അധ്യാപകരെയും നിങ്ങൾ കാണണം. അതുപോലെ PTA നിങ്ങളുടെ ഒപ്പം തന്നെയുണ്ട്. രക്ഷിതാക്കളുടെ പ്രതിനിധിയാണ് ഞാൻ. അപ്പോൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹെഡ് മിസ്ട്രസിനോടോ എന്നോടോ അധ്യാപകരോടോ പറയാം. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ തീർച്ചയായും ഇവിടെ വന്ന കുട്ടികളൊക്കെ ഭാഗ്യവാന്മാരാണ്. കാരണം ഒരുപാട് മക്കൾ ഇവിടെ അഡ്മിഷൻ കിട്ടാതെ പോയിട്ടുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ ഈ സ്കൂൾ തിരഞ്ഞെടുത്തു? ഡിസിപ്ലിൻ്റെ കാര്യം മുഖ്യം. എല്ലാവർക്കും, എല്ലാ കുഞ്ഞുമക്കൾക്കും ഈ പ്രവേശനോത്സവത്തിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ വിദ്യാലയം സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ഒരു നിർധന വിദ്യാർത്ഥിക്ക് പണിതു കൊടുക്കുന്ന ഭവനത്തിൻ്റെ നിർമ്മാണത്തിനായി നമ്മുടെ വിദ്യാർത്ഥികൾ PTA നൽകിയ സംഭാവനയുടെ 1ാം ഗഡു നമ്മൾ മാർച്ച് ലാസ്റ്റ് നൽകിയിരുന്നു. 2ാം ഗഡുവാണ് ഇപ്പോൾ നമ്മൾ നൽകിയത്. സംഭാവന നൽകിയ എല്ലാ രക്ഷിതാക്കളെയും നന്ദിയോടെ ഈ അവസരത്തിൽ ഓർക്കുന്നു. ബഹുമാനപ്പെട്ട മാനേജർ അച്ഛൻ, HM റീജ ടീച്ചർ, വേദിയിലെ മറ്റ് വിശിഷ്ടരെ, സെൻറ് മേരീസ് വിദ്യാലയ ഹൃദയത്തിലേക്ക് ആദ്യ ചുവടുമായി എത്തിയിരിക്കുന്ന നവാഗതരായ വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ,
ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ, അധ്യാപക സുഹൃത്തുക്കളെ, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഒരു കണ്ണീർ കണം മറ്റുള്ളവർക്കായി പൊഴിക്കവേ ഉദിക്കയാണ് എന്നാത്മാവിൽ 1000 സൗരമണ്ഡലം. ഒരു പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി ചിലവാക്കവേ ഹൃദയത്തിൽ ഉലാവുന്നു നിത്യനിർമ്മല പൗർണമി. പ്രിയ കുട്ടികളെ, ഇന്ന് സെൻറ് മേരീസിൻ്റെ ഈ കുഞ്ഞുമക്കളുടെ ഹൃദയങ്ങളിലെല്ലാം 1000 സൂര്യനുദിച്ച ശോഭയുണ്ട്. അവരുടെ മനസ്സിൽ നിത്യനിർമ്മലമായ പൗർണമിയുടെ വെളിച്ചമുണ്ട്. അത് അവരിൽ നിന്ന് ചുറ്റുമുള്ളവരിലേക്ക് പ്രവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യവും അതുതന്നെയാണ്. ഒരുപാട് പഠിച്ച് മാർക്ക് നേടി സമൂഹത്തിൻ്റെ ഉന്നത നിലയിലെത്തുമ്പോൾ ചവിട്ടിപ്പോന്ന വഴികളെ, പടികളെ മറന്നു പോകുന്നവരാണ് പലപ്പോഴും. തനിക്ക് ചുറ്റുമുള്ളവർ, സഹജീവികളിൽ സന്തോഷം വരുമ്പോൾ സന്തോഷിക്കാനും ദുഃഖം വരുമ്പോൾ അവരുടെ ദുഃഖത്തെ പങ്കുവെച്ചെടുക്കാനും മനസ്സുള്ളവരുടെ സംഖ്യ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ മക്കൾ വളരുന്നതും പഠിക്കുന്നതും. മറ്റുള്ളവരുടെ നേട്ടത്തെ അസൂയയോടെ നോക്കിക്കാണുന്ന ഒരു മനസ്സ് എങ്ങനെയൊക്കെയോ നമ്മുടെ ഇടയിൽ വളർന്നു വരുന്നു. ഒരു അസഹിഷ്ണുത, പറഞ്ഞറിയിക്കാനാവാത്ത ഒരു അസഹിഷ്ണുത കൂടി വരുന്ന കാലഘട്ടത്തിൽ സെൻറ് മേരീസ് ഒരു വലിയ മാതൃക നമുക്ക് മുൻപിൽ, സമൂഹത്തിന് മുൻപിൽ തുറന്നു വച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ആദ്യ ഗഡു വിതരണം ചെയ്ത സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ വർഷം ഇങ്ങനെ ഒരു ഭവന നിർമ്മാണം ഏറ്റെടുത്ത കാര്യം പറഞ്ഞപ്പോൾ ഇവിടുത്തെ HMO, PTA അംഗങ്ങളും അത് ഇരുകൈയും ഹൃദയവും നീട്ടി സ്വീകരിച്ചു. അതിൻ്റെ ഭാഗമായി ഒരു കത്ത് ഇവിടുത്തെ വിദ്യാർത്ഥികളിൽ നൽകിയപ്പോൾ ഏതോ ഒരു മിടുക്കൻ, അവൻ വർഷങ്ങളായി കരുതി വച്ചിരുന്ന, അവൻ്റെ കാശുകൊടുക്കയിൽ കൂട്ടിവെച്ചിരുന്ന മുഴുവൻ സംഖ്യയും കാശുകൊടുക്ക അടക്കം കൊണ്ടുവന്ന് പ്രധാനാധ്യാപികയെ ഏൽപ്പിച്ച ഒരു സംഭവം ഞാൻ അറിയുകയുണ്ടായി. അതാണ് കുട്ടികളുടെ മനസ്സ്. എല്ലാ കുട്ടികളും നന്മ കൈവശമുള്ളവരാണ്. പഠിച്ച് ഉയരങ്ങളിലെത്തുമ്പോഴാണ് അതിൽ കുറേയൊക്കെ നഷ്ടപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിന് എന്തൊക്കെയോ തകരാറുകളുണ്ട്. ആ തകരാറുകൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ഇതുപോലെയുള്ള പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ ഉപകരിക്കും. നവാഗതരായ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരുപക്ഷെ 4ാം ക്ലാസ് വരെ, LKG മുതൽ 6 വർഷം മറ്റു വിദ്യാലയത്തിൽ പഠിച്ചവരായിരിക്കാം. ഒരുപക്ഷെ 9 വർഷം മറ്റിടങ്ങളിൽ പഠിച്ച് 8ാം ക്ലാസ്സിൽ ഇവിടെ അഡ്മിഷൻ എടുത്തിട്ടുള്ളവരുണ്ടായിരിക്കാം. ആ വിദ്യാലയത്തിൽ നിന്നും പഠിച്ച നല്ല കാര്യങ്ങൾ നിങ്ങൾ കൂടെ കൂട്ടുക. അവിടെ നിങ്ങളെ ആ എന്നും മാ എന്നും ചേരുമ്പോൾ അമ്മയാണ് എന്ന് ആദ്യമായി എഴുതി പഠിപ്പിച്ച ടീച്ചർമാരുടെ മുഖം മറക്കരുത്. അവരുടെ നന്മകൾ മുഴുവൻ നിങ്ങൾ ഉള്ളിൽ വഹിക്കുക. എന്തെങ്കിലും മോശമായ അറിവുകൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ തന്നെ, ഈ വിദ്യാലയത്തിൻ്റെ ആ ഗേറ്റിൽ തന്നെ ഉപേക്ഷിക്കുക. മോശമായ അനുഭവങ്ങളെയും നിങ്ങൾ മറന്നു കളയുക. പുതിയ തുടക്കമാകട്ടെ ഇവിടെ. നമസ്കാരം. എൻ്റെ കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കൈകളിലെ ബലൂണുകളൊന്ന് ശ്രദ്ധിക്കൂ. അതെപ്പോഴും മുകളിലേക്ക് കുതിക്കാനാണ് ശ്രമിക്കുന്നത്. ഞാൻ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ,
നിങ്ങളും അതുപോലെ എപ്പോഴും നിങ്ങളുടെ മനസ്സ് മുകളിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കണം. എല്ലാ കാര്യങ്ങളിലും മുകളിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനസ്സായിരിക്കണം നിങ്ങൾക്ക്. അതുപോലെ തന്നെ ഈ പുതിയ അധ്യയന വർഷത്തിൽ സൗഹൃദങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ എല്ലാ വിശേഷങ്ങളും മാതാപിതാക്കളോട് പങ്കുവയ്ക്കുക. നല്ല കുട്ടികളായിട്ട് ഡിസിപ്ലിൻഡായിട്ട് വളരാനായിട്ട് ശ്രമിക്കുക. സെൻറ് മേരീസ് അതിന് നിങ്ങൾക്ക് കളമൊരുക്കി തരും. എല്ലാവരും നല്ല കുട്ടികളാവും. നമ്മുടെ മാനേജരത്തിന് പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് ഡിസിപ്ലിൻഡായിട്ട് ഒടുക്കവും തുടക്കവും നന്നാവാനായിട്ട് ശ്രമിക്കുക. ഈ അധ്യയനത്തിൻ്റെ പ്രവേശനോത്സവത്തിൽ എല്ലാ മംഗളങ്ങളും എല്ലാവർക്കും നൽകിക്കൊണ്ട് എൻ്റെ വാക്കുകൾ. ഇപ്പൊരുത്സവം അറിഞ്ഞറിഞ്ഞു പോകെ ലോകമെത്ര സുന്ദരം. ഒരു ഒരു ആകാശതീരമേറി പറപറന്നിടാ കൂട്ടരേ. ചേരു ചേരു പാടങ്ങളാൽ പകർന്നു ചിറകു വീശിടാനൊന്നു പോയി. തെളിയുക നിലി ഒഴിയുക മൊഴി നിറഞ്ഞു നേരെ നിന്നിടാം. തുടക്കമുത്സവം പഠിപ്പൊരുത്സവം അറിഞ്ഞറിഞ്ഞു പോകെ ലോകമെത്ര സുന്ദരം സുന്ദരം. പാഠഭാഗം മണപാഠമാക്കാം പാടുപെട്ടിടേണ്ട. തൊട്ടറുമ്മി കഥ കണ്ടറിഞ്ഞേ നേടിടാം കാര്യമേതും. കളി കളി മുഴുകി പലരസമൊടിയൊഴുകി പേടി വേണ്ട പാട്ടുപാടി നാം പഠിച്ചിടും. അരുമകൾക്ക് കരുതലേകും അറിവിടങ്ങളാൽ ഉലകിനൊപ്പം ഉയരെ നിൽക്കും ഹൃദയ കേരളം. തുടക്കമുത്സവം പഠിപ്പൊരുത്സവം അറിഞ്ഞറിഞ്ഞു പോകെ ലോകമെത്ര സുന്ദരം. തുടക്കമുത്സവം പഠിപ്പൊരുത്സവം അറിഞ്ഞറിഞ്ഞു പോകെ ലോകമെത്ര സുന്ദരം സുന്ദരം. നിങ്ങളുടെ കൂടെ ഇതുപോലെ തന്നെ ഇതിനു മുമ്പ് ഇരുന്നിരുന്ന ഒരു ചേട്ടനാണിത്. നിങ്ങളെപ്പോലെ തന്നെ ഇവിടെ അസംബ്ലിക്ക് വന്ന് ഇവിടെ നിന്നും പഠിച്ചിറങ്ങിയ ഒരു ചേട്ടനാണിത്. അപ്പം അതുകൊണ്ട് ചേട്ടനാണ് പറയണേ. നിങ്ങൾ ആ ബലൂണൊക്കെ ഒന്നുകൂടി ചുരുട്ടി പഠിച്ച ഒന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ നമ്മുടെ മാനേജർ അച്ഛൻ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇവിടെ വളരെ മനോഹരമായിട്ട് പറഞ്ഞു തന്നു. കേട്ടില്ലേ നിങ്ങള്? അച്ഛൻ ഈ സ്കൂളിന്റെ ഒരുപാട് കാര്യങ്ങളെ പറ്റി പറഞ്ഞു. എങ്ങനെയാണ് ഈ സ്കൂളില് കാര്യങ്ങൾ പോണേന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും ഞാൻ ഇന്നിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരു കാരണം ഞാൻ ഈ സ്കൂളിൽ പഠിച്ചു എന്നുള്ളത് തന്നെയാണ്. ഞാൻ മാത്രമല്ല, എന്നെ പോലെ അച്ഛൻ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഒരു തെളിവാണ് ഞാൻ മാത്രമല്ല, ഇവിടെ നിന്നും ഇതുപോലെ പഠിച്ചിറങ്ങിയ നൂറുകണക്കിന് വരുന്ന വിദ്യാർത്ഥിനികൾ ഇന്ന് ഈ ഇരിഞ്ഞാലക്കുടയിലും കേരളത്തിലും ഇന്ത്യയിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ജോലി ചെയ്യുന്ന ഒരുപാട് ഉന്നത സ്ഥാനമാനങ്ങൾ വഹിക്കുന്ന ഇവിടെ നിന്നും പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ, അവർക്കെല്ലാവർക്കും റെപ്രസെന്റ് ചെയ്തിട്ട് ഞാനിവിടെ നിൽക്കണേ. അന്നും ഇന്നും സെന്റ് മേരീസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്കൊരു സീറ്റ് കിട്ടണമെങ്കിൽ അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അതിന് അന്നും 30 കൊല്ലങ്ങൾക്ക് മുമ്പും ഇന്നും അതിനൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അതിനുള്ള തെളിവാണ് നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു അവസരത്തിൽ കഴിഞ്ഞ വർഷത്തിൽ നമുക്ക് കിട്ടിയ, എനിക്ക് തോന്നുന്നു 55 A+കൾ നമുക്ക് ഫുൾ A+കൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു അവസരത്തിൽ അത് നേടാൻ സഹായിച്ച
ഇവിടുത്തെ പ്രത്യേകിച്ച് പ്രധാനാധ്യാപികയായ റീജ ടീച്ചറെയും മറ്റ് അധ്യാപക അനധ്യാപകരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. എല്ലാവരും നല്ലൊരു കൈയടി കൊടുത്ത്. എനിക്കറിയാം ഞാനൊരു വലിയൊരു പ്രസംഗമൊക്കെ പറഞ്ഞു നിങ്ങളെ ഇവിടെ ഇരുത്തി ഇങ്ങനെ ഇതാക്കുന്നില്ല. ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, പല പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ പറയാറുണ്ട്, കൗൺസിലേഴ്സ് സാധാരണ പറയുന്നൊരു കാര്യം, മക്കളെ വിളിച്ച് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ കുട്ടികളെ വിളിച്ച് സംസാരിക്കുമ്പോൾ അവർ പറയുന്നൊരു കാര്യം, എനിക്ക് എൻ്റെ അപ്പനമ്മയും അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരെന്നെ സ്നേഹിക്കണില്ല. ആ സ്നേഹത്തിന് പുറകിലാണ് ഞാൻ പോകുന്നത്. മറ്റു പല കാര്യങ്ങളിൽ കൂടെ ഞാൻ കടന്നു പോകാനുള്ള കാരണം എനിക്ക് എൻ്റെ വീട്ടിൽ നിന്നും ലഭിക്കാത്ത സ്നേഹമാണ്. ഏറ്റവും തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണത്. കാരണം നിങ്ങളുടെ മാതാപിതാക്കളും നിങ്ങളുടെ ചേട്ടന്മാരും ചേച്ചിമാരും അനിയന്മാരും അനിയത്തിമാരും നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അവരെല്ലാ ദിവസവും നിങ്ങളെ വിളിച്ച് എനിക്ക് നിന്നെ ഇഷ്ടമാണ്, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്ന് പറയുന്നതല്ല. മറിച്ച് ഈ മാതാപിതാക്കൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾ വിളിച്ചു പറയണം. എനിക്ക് പുസ്തകം വേണം, എനിക്ക് പിന്നെ പേന വേണം, അത് വേണം, ഇത് എല്ലാ സംഭവങ്ങളും എന്നെ അവിടെ കൊണ്ടുപോകണം, എനിക്ക് തിന്നാനായിട്ടുള്ള അത് വേണം, ഇതെല്ലാം നിങ്ങൾക്ക് സാധിച്ചു തരുമ്പോൾ, നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് സാധിച്ചു തരുമ്പോൾ അത് അവരുടെ വിയർപ്പിന്റെ വിലയാണ്. ആ അവർ കാണിക്കുന്നത് അവരെല്ലാ ദിവസവും നിങ്ങളോട് വന്ന് പറയില്ല എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. മറിച്ച് നിങ്ങൾക്ക് വേണ്ട സംഭവങ്ങളെല്ലാം നിങ്ങൾക്ക് നേടിത്തരുമ്പോൾ അവരവരുടെ സ്നേഹമാണ് അതിലൂടെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഇവിടെയുള്ള എല്ലാവരും. ഇവിടുത്തെ അധ്യാപകര്, നിങ്ങളുടെ മാതാപിതാക്കള്, നിങ്ങളുടെ ചേട്ടന്മാര്, അനിയത്തിമാര്, ചേച്ചിമാര്, അനിയത്തിമാര്, അനിയന്മാര്, എല്ലാവരും നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവര് അവരുടെ സ്നേഹം നിങ്ങൾക്ക് പകുത്തു തരുന്നുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കാനുള്ള കടമയും നിങ്ങൾക്കുണ്ട്. അവരെന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇതെല്ലാം വാങ്ങി തരുന്നത്? അല്ലെ, നിങ്ങളെ അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. തീർച്ചയായിട്ടും മാതാപിതാക്കളുടെ ഉത്തരവാദിത്തങ്ങളാണ് മക്കളെ വളർത്തി വലുതാക്കുക നല്ല രീതിയിൽ എന്നുള്ളത്. അതുപോലെ തന്നെ മക്കൾക്കും ഉത്തരവാദിത്തങ്ങളില്ലേ? ഉണ്ടോ? കേൾക്കണ്ടോ നിങ്ങള്? നിങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങളുണ്ടോ? എന്താ നിങ്ങളുടെ ഉത്തരവാദിത്തം? ആദ്യത്തെ ഉത്തരവാദിത്തം അച്ഛൻ ഒരുപാട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നു നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അതിൽ ഒറ്റ കാര്യം ഞാൻ നിങ്ങളോട് പറയണുള്ളൂ. എന്താ നിങ്ങളുടെ ഉത്തരവാദിത്തം? ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം ഇവിടെ വന്നിരിക്കുന്നത് പഠിക്കുക. തീർച്ചയായിട്ടും പഠിക്കുക. അപ്പൊ നിങ്ങളുടെ ആ ഉത്തരവാദിത്തം നിറവേറ്റിക്കൊണ്ട് നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് എങ്ങനെ സ്നേഹം പകർത്തു തരുന്നുവോ അതേ സ്നേഹം ഈ ഉത്തരവാദിത്തം നിർവഹിച്ചുകൊണ്ട് തിരിച്ചു കൊടുക്കാനുള്ള ഒരു കടപ്പാടും കടമയും ഉണ്ട് നിങ്ങൾക്ക്. ഞാൻ ഈ അവസരത്തില് എന്നോട് പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ കൂടെ പഠിച്ച ചേട്ടന്മാരും ചേച്ചിമാരുടെയും എല്ലാവരുടെയും ആശംസകൾ ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. ഈ ഒരു വർഷം നമുക്ക് ഗംഭീരാക്കണം. അച്ഛൻ പറഞ്ഞതുപോലെ നല്ലൊരു തുടക്കമാണിത്. നല്ലൊരു ഒടുക്കം നമുക്ക് സംഭവിക്കണമെങ്കിൽ നമുക്ക് നല്ലൊരു തുടക്കം വേണം. അപ്പൊ ഇതൊരു നല്ല തുടക്കമാവട്ടെ. ഈ ഒരു അവസരത്തിൽ എല്ലാ ചേച്ചിമാരുടെയും, നിങ്ങൾ ഇവിടുന്ന് പഠിച്ചിറങ്ങിയ കഴിഞ്ഞ 34 വർഷമായിട്ട് ഇവിടുന്ന് പഠിച്ചിറങ്ങിയ എല്ലാ ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയും എല്ലാ അനുഗ്രഹ ആശംസകളും നിങ്ങൾക്കുണ്ട്. തീർച്ചയായിട്ടും OS ഇവിടെ ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ വർഷങ്ങളായിട്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഈ വർഷം ടീച്ചർ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ വിളിച്ചു പറഞ്ഞപ്പോൾ നമുക്ക് ഗാർഡന് വേണ്ടിയിട്ടുള്ള ചെറിയ സഹായങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ OSയുടെ അവർ സാധാരണ പറയാ വെൽ ബിഗൺ ഇസ് ഹാഫ് ഡൺ എന്ന് പറയാം. നന്നായിട്ട് തുടങ്ങി കഴിഞ്ഞാൽ പകുതി തന്നെ അതിൽ കഴിയത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നന്നായിട്ട് പിടിക്കുക. ഇപ്പോൾ നമ്മൾ കുറേ പേർക്ക് IPL കണ്ടിട്ടുണ്ടാവില്ല.
അതിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പവർ പ്ലേ എന്ന് പറഞ്ഞൊരു 5 ഓവർ ഉണ്ട്, അതിനൊരു മാക്സിമം അവർ സ്കോർ ചെയ്യുക എന്ന് പറഞ്ഞ പോലെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നന്നായിട്ട് സ്കോർ ചെയ്യുക കേട്ടോ. രണ്ടാമതായിട്ട് നിങ്ങൾ നന്നായിട്ട് എല്ലാവരും ഫ്രണ്ട്സായിട്ട് നന്നായിട്ട് ഇൻട്രാക്ട് ചെയ്യുക. കാരണം ഈ ഭാവിയിൽ ഇവിടെ നിന്നൊക്കെ പഠിച്ച് നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ പലരും പല ഫീൽഡിലും കുറേ പേര് ഇവിടുന്ന് ഡോക്ടേഴ്സ് ഉണ്ടാവും, എഞ്ചിനീയേഴ്സ് ഉണ്ടാവും, കുറച്ച് പേർക്ക് IAS ഓഫീസേഴ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ പരസ്പരം പങ്കിടൊക്കെ ഇപ്പോൾ ഫ്രണ്ട്സായിട്ട് ഇരുന്നാലും നമ്മൾ ആ സമയത്തും നിങ്ങൾക്ക് പരിചയം ഉണ്ടാവുള്ളൂ. നിങ്ങൾ എല്ലാവരുമായിട്ട് നല്ലൊരു നെറ്റ്വർക്കിംഗ് വേണം, കാരണം നമുക്ക് ഭാവിയിൽ അത് ഗുണം ചെയ്യും. ഇപ്പോൾ കുറച്ച് പേരായിട്ട് ഒതുങ്ങി നിൽക്കാണ്ട് എല്ലാവരുമായിട്ട് ഫ്രണ്ട്സ് ആവാൻ ശ്രദ്ധിക്കുക. എനിക്ക് ഒരു കാര്യം പാരൻസിനോട് പറയാനുള്ളത്, കുറച്ച് സമയം ഇവർക്ക് കളിക്കാനായിട്ടുള്ളൊരു സമയം കണ്ടെത്തണം. ഇവിടെ പരിമിതികളുണ്ട്, സ്കൂളിൽ അധികം സൗകര്യങ്ങളില്ല, പക്ഷെ നിങ്ങൾ എവിടെയെങ്കിലും കുറച്ച് കാര്യങ്ങൾ, കാരണം ഇവർക്കൊക്കെ ഭയങ്കര എനർജിയാണ് ഈ പ്രായത്തിൽ. അപ്പോൾ ഇത് പഠിത്തത്തിൽ മാത്രം കഴിയില്ല, അവർ കുറച്ച് നേരം കളിക്കാനുള്ള സൗകര്യം കൊടുക്കണം. അത് എന്ത് കളികളും കുഴപ്പമില്ല, ഫുട്ബോൾ, ഷട്ടിൽ, ക്രിക്കറ്റ്, സൗകര്യമുള്ള കളികൾ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ എങ്ങനെയും കുറച്ച് നേരം. നമ്മുടെ വിദ്യാലയത്തിൽ നവാഗതരായി എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും നമ്മൾ പഠനോപകരണം വിതരണം ചെയ്യാറുണ്ട്. പഠനോപകരണ വിതരണത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നമ്മുടെ സ്കൂൾ മാനേജർ വിദ്യാർത്ഥി പ്രതിനിധികൾക്ക് നൽകിക്കൊണ്ട് ഈ വേദിയിൽ നിർവഹിക്കുന്നു. എല്ലാവരും കൈയടിക്കുക. എല്ലാ കുട്ടികൾക്കും പഠനോപകരണം തരും അവരവരുടെ ക്ലാസ്സുകളിൽ ചെല്ലുമ്പോൾ. ഇപ്പോൾ അതിൻ്റെ ഉദ്ഘാടനമാണ് നിർവഹിച്ചിരിക്കുന്നത്. പോലെ പുതിയ കാല ചരിതമാ